എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. നമ്മുടെ പീച്ചിങ്ങയും പരിപ്പും ചേർന്നിട്ടുള്ള മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി കുഴഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള പരിപ്പ് വേഗം കുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് കുറച്ച് കുഴഞ്ഞതുപോലെ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അധികം വേവാത്ത പരിപ്പാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും കുഴഞ്ഞു പോകില്ല. ഒറ്റ വിസിൽ തന്നെ കുക്കായി പോകുന്ന പരിപ്പാണെങ്കിൽ മാത്രമേ ഇതുപോലെ കുഴഞ്ഞു പോകുള്ളൂ. അപ്പോൾ ചട്ടിയിൽ വെച്ച് വേവിക്കാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് കുക്കറിൽ വെച്ചാണ് വേവിച്ചത്, അതുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീച്ചിങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മെഴുക്കുവരട്ടിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ വറ്റൽമുളക് കൃഷി ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് കുഴഞ്ഞു പോരുത് കുക്ക് ചെയ്യുമ്പോൾ, ആ രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ മെഴുക്കുവരട്ടി ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 3 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കറിവേപ്പില. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളർ മാറിപ്പോകുന്ന അത്രയും വഴറ്റണ്ട, എന്നാലും ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്ന അത്രയും വഴറ്റിയെടുക്കുക. ഈ സവോളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് പരിപ്പ് വേവിച്ചിട്ടുള്ളത്, വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി സവോള ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഈ പരിപ്പ് ചേർക്കാതെയുള്ള പീച്ചിങ്ങ മെഴുക്കുവരട്ടി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പരിപ്പ് ചേർത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് പരിപ്പ് ചേർക്കുന്നത് കൊണ്ടാണ്. പലർക്കും ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. പല മെഴുക്കുവരട്ടിയിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കാറില്ല. സവോള ലൈറ്റായിട്ട് കുക്കായി വന്നാൽ മതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോളയുടെ കൂടെയാണ് നമ്മുടെ പീച്ചിങ്ങിനെ കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സവോളയും പീച്ചിങ്ങയും എല്ലാം ചേർന്ന് കുക്കായി വന്നോളും. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ചായി ട്രാൻസ്പെറൻ്റായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ചേർക്കാം. നിങ്ങളുടെ എരിവനുസരിച്ച് മുളക് എടുക്കുക. അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി എടുക്കുക കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ, അല്ലാതെ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മതി. ഞാനിപ്പോൾ ഒരു 10 മുളകാണ് ക്രഷ് ചെയ്തെടുത്തത്, അത് ഇതിലേക്ക് ചേർക്കാണ്. മുളകും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. നമ്മൾ പരിപ്പിൽ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് വേവിച്ചിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിയും മുളകിൻ്റെ കൂടെ കുക്കായി വരട്ടെ. അപ്പം ഞാൻ ഒരു പീച്ചിങ്ങയ്ക്കുള്ള അളവുകളാണ് കേട്ടോ ഈ പറയുന്നത്. നിങ്ങൾ കൂടുതൽ പീച്ചിങ്ങ എടുക്കുകയാണെങ്കിൽ കൂടുതൽ അളവെടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കുക്കായി വരും. മുളകിന് ചെറിയ തരി ഉള്ളതുകൊണ്ട് ഒരു 1.5 മിനിറ്റ് എടുക്കും കുക്കായി വരാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ചിങ്ങയ്ക്ക് പരിപ്പിൽ നിന്ന് ഉപ്പ് പിടിക്കാനുള്ളതാണ്. അപ്പോൾ പരിപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. പീച്ചിങ്ങയിലേക്ക് വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല മെഴുക്കുവരട്ടിക്ക്. ആവിയിൽ തന്നെ ഇരുന്നിട്ട് കുക്കായി വരണം. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ എല്ലാം ഒരുമിച്ചാക്കി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പീച്ചിങ്ങ ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയി. പീച്ചിങ്ങ ഒരു 3/4 ഭാഗത്തിൽ മേലെ കുക്കായിട്ടുണ്ട്. ഇതുണ്ടോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. പരിപ്പിൽ കുറച്ച് വെള്ളമുണ്ട്, വളരെ കുറച്ച്. ഒരുപാട് വെള്ളത്തോടുകൂടി പരിപ്പ് ചേർക്കരുത്. ഇനി പീച്ചിങ്ങയും പരിപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. ഇനി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. ഇപ്പോൾ തന്നെ പരിപ്പ് കുഴഞ്ഞാണ് ഇരിക്കുന്നത് കുറച്ച്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന പരിപ്പ് ഒരു വിസിലിൽ നന്നായിട്ട് വേവുന്നതാണ്. അതുകൊണ്ടാണ് കുറച്ച് കുഴഞ്ഞിരിക്കുന്നത്. ഇനി ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഡ്രൈ ആക്കിയെടുക്കാം.
ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ കുറച്ച് സമയമായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയി വരില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കയ്യിലുള്ള പരിപ്പ് കുഴഞ്ഞതായതുകൊണ്ടാണ് ഒരുപാട് ഡ്രൈ ആയി വരാത്തത്. നിങ്ങളെടുക്കുന്ന പരിപ്പ് ഇത്രയും വേവാത്തതാണെങ്കിൽ കറക്റ്റായിട്ട് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ എടുത്താലും ടേസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ പീച്ചിങ്ങ പരിപ്പ് മെഴുക്കുവരട്ടി. വളരെ ഈസി അല്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഉപ്പ് എരിവൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ചേർത്ത് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇപ്പോൾ ഇത്. രണ്ടിനും നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇതുപോലെ മെഴുക്കുരുട്ടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റെസിപ്പിയൊക്കെ ഈസി റെസിപ്പീസ് അല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.